പിന്നീട് പ്രശ്നം പള്ളി കമ്മിറ്റി ഇടപെട്ട് പറഞ്ഞു തീർത്ത്. സുലൈമാൻ ഇവിടുന്ന് വീടും പറമ്പും വിറ്റ് പോയിട്ട് തന്നെ 4-5 കൊല്ലമായി. പാസ്പോർട്ട് കിട്ടി നിങ്ങൾക്ക്? ഇല്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തിനാ നിങ്ങൾക്ക് പാസ്പോർട്ട്? എനിക്ക് ഐശുവിനും ഇക്കൊല്ലം ഹജ്ജിന് പോകണമെന്നുണ്ട്. ആ, നിങ്ങളെ പാസ്പോർട്ടിന്റെ പോലീസ് എൻക്വയറി വന്നിട്ടുണ്ട്, അതിനെ കൊണ്ട് വിളിപ്പിച്ചതാ. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും 2-3 പാസ്പോർട്ടാ മാഷേ. അവസാന അന്വേഷണം വരുമ്പോ ഞങ്ങളെ പോലുള്ളവരാ കുടുങ്ങ. ശരി. മയ്യത്ത് സുവർഗത്തിൽ പോയാലെന്ത്, നരകത്തിൽ പോയാലെന്ത്, മുക്രിക്കാക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞ പോലെ പാസ്പോർട്ടിന്റെ എൻക്വയറി വന്നാൽ പോലീസുകാരന് പൈസ കൊടുക്കാന്ന് പറയുന്നത് ഫറല. ഇനിയിപ്പോ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് തന്നെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹലിൽ പോലീസുകാരന് പൈസ കൊടുക്കാതെ കിട്ടുന്ന ആദ്യത്തെ പാസ്പോർട്ട് നിങ്ങളതായിരിക്കും. പോയപ്പായോ ഹൈദരെ? നിങ്ങളൊപ്പം മാശുണ്ടായതുകൊണ്ടായിരിക്കും അയാൾ പൈസക്ക് ചോദിക്കാതിരുന്നത്. ഒരു കൊമ്പമ്മീശുള്ള പോലീസുകാരനില്ലേ, അയാളായിരുന്നു. മനസ്സുറപ്പില്ലാത്ത മനുഷ്യന്മാർ പോലീസുകാരായ കൊമ്പമീശ വച്ചേ പറ്റൂ. പാസ്പോർട്ട് എൻക്വയറി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്കാ. അവർ യൂണിഫോം ഇടൂല. ഇപ്പം ഇവിടെ ഒരു കബീറ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. ആ, അയാൾ തന്നെ. ഈ ഹൈദറിന്റെ ഒരു കാര്യം എന്തൊക്കെയാ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതെ, തെക്കന കുഞ്ഞിപ്പള്ളീൻ്റെ അവിടുന്ന് ലക്ഷം വീട്ടിലേക്ക് പോകുന്ന വഴിയിലാ താമസം. അവിടെ എവിടെയാ? നിങ്ങൾക്ക് രക്തസാക്ഷി സുധാരേട്ടൻ്റെ വീടറിയില്ലേ? അറിയില്ല. നമ്മുടെ ധീര രക്തസാക്ഷി സുധാകരേട്ടൻ 2 കൊല്ലം മുമ്പ് ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ച നമ്മുടെ നേതാവില്ലേ സുധാകരേട്ടൻ, അയാളെ വീടിന്റെ 3ാമത്തെ വീടാ. ചായ സ്ട്രോങ് ആയിക്കോട്ടെ. ഒന്ന് നിക്കണേ. എന്താ? ഞാൻ അബു. ഇന്നലെ പാസ്പോർട്ടിന്റെ കാര്യത്തിന് വന്ന് കണ്ടിരുന്നു. ആദാമിന്റെ മകൻ അബു. ഹജ്ജിന് പോകാന്നുള്ളത് എൻ്റെ ഐസുവിൻ്റെ കുറേ നാളത്തെ മോഹം. അറിവില്ലായ്മ കൊണ്ടാ അതാ സ്റ്റേഷനിൽ വന്നപ്പോൾ തരാതിരുന്നത്. പാസ്പോർട്ടിന്റെ കാര്യത്തിന് ഇനി വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ? നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളാം. പാസ്പോർട്ട് നിങ്ങളെ വീട്ടിലെത്തിച്ചാ പോരെ? ഓക്കേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണു